തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നീക്കിയുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉടൻ പുറത്തിറക്കും. വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുൻപ് ആന്റണി രാജു രാജിവെച്ചേക്കും. കോടതി വിധിക്കെതിരെ ഉടൻ മേൽക്കോടതിയെ സമീപിക്കാനാണ് ആന്റണി രാജുവിന്റെയും ഒന്നാം പ്രതി KS ജോസിന്റെയും തീരുമാനം. തൊണ്ടി മുതൽ തിരിമറി കേസിൽ കോടതി 3 വർഷം തടവിനെ ശിക്ഷിച്ചതിനെ തുടർന്നാണ് ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമായത്. എന്നാൽ നിയമസഭാ സെക്രട്ടറി അയോഗ്യതാ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് സ്വയം രാജിവെക്കാനാണ് ആന്റണി രാജുവിന്റെ നീക്കം. കോടതി വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി KS ജോസും ആന്റണി രാജുവും മേൽക്കോടതിയെ സമീപിക്കും. അനുകൂല വിധി നേടിയില്ലെങ്കിൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. അതിനാൽ ധൃതി പിടിച്ചുള്ള നീക്കമാണ് ആന്റണി രാജു നടത്തുന്നത്. അതേസമയം ആന്റണി രാജു പൊതുവേദിയിലെത്തിയാൽ തടയുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. യൂത്ത് കോൺഗ്രസ്, KSU സംഘടനകളും സമാന്തരമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. കോടതി വിധി സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാക്കാനാണ് നേതൃത്വത്തിനിടയിലെ ആലോചന. മുൻ ഗതാഗത മന്ത്രി എന്ന നിലയിൽ ആന്റണി രാജു നടത്തിയ മുഴുവൻ പദ്ധതികളും ഇടപാടുകളും അന്വേഷിക്കണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന അവസരത്തിൽ ആന്റണി രാജുവിനെതിരായ പ്രതിഷേധം ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.